ഹായ് ഓൾ, ഇത് ഞങ്ങൾ ലാസ്റ്റ് വെക്കേഷന് പോയ ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ. കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല, ഞാനും അലനും മാത്രം ഒരു കപ്പിൾ ട്രിപ്പ്. ട്രിവാൻഡ്രം എത്തിയപ്പോഴാണ് രാവിലത്തെ ചായ കുടിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള നല്ല സ്പോട്സ് തപ്പിയപ്പോൾ അഴിമല ശിവക്ഷേത്രം കണ്ണിൽ പെട്ടു. പോകുന്നത് കന്യാകുമാരിയിലേക്ക് ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ക്ഷേത്ര ദർശനവും ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചത് നിങ്ങളൊരു തീർത്ഥാടനത്തിനാണോ പോയതെന്ന്. പക്ഷേ അങ്ങനല്ല കേട്ടോ. എനിക്ക് ഇവിടത്തേക്ക് ഈ വൈബ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആലനും അതെ. ഗംഗാധരേശ്വര സ്കൾപ്ചർ 18 മീറ്റർ, അതായത് 58 അടി ഉയരമുള്ള സ്കൾപ്ചർ. ക്ഷേത്രത്തിനകത്ത് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു, സാരി ധോത്തിയൊക്കെ ആയിരുന്നു. പക്ഷെ പുറത്ത് നിന്ന് നമുക്ക് ഈ സ്റ്റാച്ചു ഒക്കെ കാണാനായിട്ട് അതില്ലായിരുന്നു. പിന്നെ തമിഴ്നാട് അടുക്കാറായപ്പോഴേക്ക് ഞങ്ങൾ ഒരു നറുനണ്ടി ജ്യൂസോ അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ പേര്, അതൊക്കെ കഴിച്ചു. ഇടയ്ക്ക് വീണ്ടും ഒക്കെ ഒന്ന് നിർത്തിയിട്ട് മാക്സിമം എണ്ണച്ചെടുക്കാതെയാണ് കേട്ടോ പോയത്. എണ്ണച്ചെടുത്താൽ വെയിൽ കൊണ്ട് കരിയ. അങ്ങനെ ഞങ്ങൾ എത്തി. ഹോട്ടൽ സംഘമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഇതെനിക്കൊരു നൊപ്ലാൻറ്റിയാണ്. വീണ്ടും പണ്ട് എല്ലാ ദീപാവലിക്കും കൊച്ചുപ്പയായിട്ട് ഞങ്ങൾ കന്യാകുമാരിയിൽ വന്നിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. കൊച്ചുപ്പ രണ്ടെണ്ണം അടിച്ച് കഴിയുമ്പോൾ കൊച്ചുപ്പയ്ക്ക് ആ ഓർമ്മയൊക്കെ വരും. വണ്ടിയെടുത്ത് ഞങ്ങളിങ്ങ് പോരും. അങ്ങനെ ഇത്ര ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് വന്നതല്ലേ, ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങി. എവിടെ പോയാലും അതിന് മാറ്റമില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോയി. മൂക്കുത്തി അമ്മൻ ടെമ്പിൾ. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഫുൾ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കുങ്കുമം വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിടാനായിട്ട്. ഇത് ഫുള്ള് കല്ലിൽ കൊത്തിയേക്കുന്നതാണ് കേട്ടോ. നല്ല മണമാണ് അതിൻ്റെ അകത്ത്, നെയ്യുടെയും അങ്ങനെയൊക്കെ. എന്തോ നല്ലൊരു വൈബുണ്ട് അതിൻ്റെ അകത്ത്. വിഗ്രഹം കാണുമ്പോഴുണ്ടല്ലോ, നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ മൂക്കിൻ്റെ അടുത്ത് മൂക്കുത്തിക്ക് പകരം ഒരു ചെറിയ വിളക്കാണ്. അതിങ്ങനെ നല്ല പ്രകാശമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തന്നെ കുറച്ച് ഷോപ്പിങ്ങും അങ്ങ് തീർത്തു കേട്ടോ. ഇനി കുറച്ച് നഗ്ന സത്യങ്ങൾ കേൾക്കാം. ஆனால் யாருக்கும் கொடுப்பேன். ஆனால் திருப்பி வாங்க யோகம் இல்லை, கிடைக்காது. நீ ஆளுக்கானு, நீ பொண்ணுக்கு பொண்ணு. ஆனால் நிறுத்தாமல் இருந்தால் மக்கள் நிறைய பார்க்கலாம். ஆனால் கெட்டுன ராஜா மன்மத ராஜா, புத்திமுட்டு இல்லை. ஆனால் இன்னும் வீடு வாங்கணும், காரு வாங்கணும், யோகாக்காது. என் கை வந்து ரோஜா. ரோஜான்னா மனசு மோசமான உள்ளம். ஆனால் பார்க்க போக பாவம் போல இருக்கும். காஞ்சா புளி நீ கை தானே உனக்கு சப்போர்ட். கெட்டிய பாரி உனக்கு மகாலட்சுமி கிட்டி ஒன்னு அவள் விடாது. கண்ணு கேளு நடக்குது. அம்மி வச்சு உனக்கு ராசியில உன்னோட யோகத்தை அவன் கண்ணில் வச்சு உன்னை காதல் பண்ணுவா. உன்னை விடமாட்டான். கொண்டோ கெட்டின பாரியை கொண்டோ உனக்கு எந்த குழப்பம். கடவுள் உனக்கு எல்லா பாய்க்கும் தரும். ஆனால் கண் தோஷம் ரொம்ப இருக்கு. கண் தோஷம், கண்கடி, ராணி போல ராஜா, ராணி போல வாழும். അങ്ങനെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞ് രാജയും റാണിയും തിരിച്ച് ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നാരങ്ങ വെള്ളം മേടിക്കാൻ പോയി. അങ്ങനെ നമ്മുടെ ഡേ 2 മോർണിംഗിൽ ഞങ്ങൾ രാവിലെ എണീറ്റ് കടലിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പോയി. പക്ഷേ എപ്പോൾ വന്നാലും എങ്ങനെ തന്നെയാണ്, ഒരു തവണ മറ്റേ കറക്റ്റായിട്ട് കണ്ടിട്ടുള്ളൂ സൂര്യൻ അവിടുന്ന് കടലിൽ നിന്ന് ഉദിച്ചു വരുന്നത്. എപ്പോഴും ക്ലൗഡി ആയിരിക്കും. അതൊക്കെ കണ്ട് തിരിച്ച് താഴെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും അടിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ലൊക്കാലിറ്റി ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. നമ്മുടെ ഇവിടുത്തെ വാടി തങ്കശ്ശേരിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ബോട്ടുകളൊക്കെ വന്നെടുക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെയും ഇതുപോലെ സീ വോൾസ് ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പണി കിട്ടി. നമ്മുടെ അവിടുത്തെ പോലെ സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നില്ല, കല്ലാണ്. വിവേകാനന്ദ റോക്കിലേക്കുള്ള ബോട്ട് സർവീസ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ന് വേലിയേറ്റം ഉള്ളതുകൊണ്ട് 10 മണിയിലേക്കാക്കി. ഞാനൊരു 9 മണി തൊട്ട് ക്യൂ നിന്നിട്ടാണ് രണ്ടാമത്തെ ഒരു ട്രിപ്പിൽ നമുക്ക് വരാൻ പറ്റിയത് ഇങ്ങോട്ട്. ഇതിനകത്ത് വന്നാൽ നമ്മളൊരു 30 റുപ്പീസിൻ്റെ പാസ് വീണ്ടും എടുക്കണം. ഫെറി ചാർജ് പെർ പേഴ്സൺ 75 റുപ്പീസാണ്. ഇതിലാകെപ്പാടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, ഷെയ്ഡില്ല. നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഈ റോക്കൊക്കെ ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ടാവും. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പാടാണ് നടക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അധികം വെയിലില്ലാതെ രക്ഷപ്പെട്ടു. ഇവിടുത്തെ ഓം മന്ദിറിൽ ഞങ്ങൾ കയറി കുറച്ച് നേരം ഇരുന്നു. പക്ഷേ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കുറച്ച് റിട്ടയേർഡ് ആയിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ വന്നിട്ട് ഏതോ ഒരു ലാംഗ്വേജിൽ കലപില പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഇത് സംഘം ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ പോയാണ് കഴിച്ചത്. പിന്നെ പതിവ് പോലെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഏറ്റവും മേളിൽ നിന്ന് നോക്കിയാൽ കുറച്ച് വിൻഡ് മില്ല് കാണാം. ഒരു വിൻഡ് മില്ല് കാണാം. അപ്പോൾ അതൊന്ന് അടുത്ത് കാണാനായിട്ട് അതിൻ്റെ ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങൾ തപ്പി ഇറങ്ങിയതാണ്. ഒരു രക്ഷയില്ലാത്ത സീനറീസ് ആയിരുന്നു കേട്ടോ. ഈ റോഡ് ട്രിപ്പ് മുതലായത് ഇത് ഇവിടെയാണ്, ഈ ഒരു ഏരിയ. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ തപ്പി ഞങ്ങളിങ്ങനെ കുറേ പോയിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് സന്ധ്യയായി തിരിച്ചെത്തിയപ്പോഴേക്ക് ആ രാത്രി പുറത്തുനിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്റ്റോളിൽ നിന്നും ഫുഡൊക്കെ മേടിച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നത്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, ഡേ 3. തിരിച്ച് വീട്ടിലേക്കുള്ള പോക്കാണ്.
കുക്കുവിനെ പുലിച്ചിറയിൽ മമ്മി ഡാഡിയുടെ അടുത്തും നിലുവിനെ അമ്മയുടെ അടുത്ത് വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഓൾറെഡി കുട്ടികളെ മിസ് ചെയ്ത് തുടങ്ങി. ഇങ്ങോട്ടേക്ക് തിരിച്ചപ്പോൾ നമ്മൾ നേരം വൈകിയതുകൊണ്ട് ഉള്ള വെയിൽ മൊത്തം കൊണ്ടിരുന്നു. തിരിച്ചു പോകുമ്പോൾ അത് വരാതിരിക്കാൻ 3 മണിക്ക് തന്നെ ഞാൻ ആലനെ കുത്തിപ്പൊക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുളച്ചൽ വിസിറ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ മീനൊക്കെ എടുക്കാൻ കുളച്ചലിൽ നിന്ന് ആൾക്കാർ വരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല കളർഫുള്ളായ മറ്റൊരു തീരം. അങ്ങനെ അവിടെ ഇറങ്ങി ഒന്ന് ചില്ലൗട്ടൊക്കെ ചെയ്ത് ചായയും ഓരോ പഴംപൊരിയൊക്കെ അടിച്ച് സൺറൈസൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊല്ലത്തേക്ക് പോരുവാണ്. പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ വർക്കല ഇറങ്ങി. അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇഡ്ഡലി സാമ്പാറും പൂരി മസാലയും കഴിക്കുന്ന ഞങ്ങൾക്ക് അപ്പോൾ ഇടിയപ്പവും ഒക്കെ കിട്ടിയപ്പോൾ എന്തോ കിട്ടിയൊരു സുഖമായിരുന്നു. പിന്നെ വർക്കല ബീച്ചിൽ കുറച്ച് നേരം തെണ്ടിത്തിരിഞ്ഞ് നടന്നു. കടപ്പുറത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കി. വീട്ടിലല്ലെങ്കിൽ നമ്മൾ ഇനി എത്താൻ വൈകും. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ആ ബാഗിലും എക്സ്ട്രാ ഒരു കവറിലും ഒക്കെ ആയി. ഇനി അതിൻ്റെ അകത്ത് സ്ഥലമില്ല. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. നനയണം എന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ഒടുക്കത്തെ വെയിൽ, പിന്നെ നനയാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 2-2.5-3 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി വാട്ടറൊക്കെ റീഫിൽ ചെയ്തു. വീണ്ടും തുടങ്ങി. ഇതിനിടയിൽ വഴിയിലൊക്കെ നിർത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നിർത്തി ഓരോ ജ്യൂസൊക്കെ കുടിച്ചു. മിനിയാൻ്റെ അവിടെ ലഞ്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി കഴിച്ചാൽ മതി. എത്തിയപ്പോഴേക്കും ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, സേറമോളുടെ വീട്ടിൽ. 2-3 ദിവസം കാണാതിരുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഉറങ്ങി എണീറ്റതേ ഉള്ളൂ എന്ന് തോന്നുന്നു. മുഖമൊക്കെ വീർത്തിരിക്കുന്നു. ഞാൻ മുമ്പ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകാറില്ല. പഴയ ലയോണയായിട്ട് പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എപ്പോഴും ഞങ്ങളിവിടെ മമ്മയും അലപ്പപ്പയും അളിയനും ഒക്കെയല്ലേ. വല്ലപ്പോഴും അല്ലേ ഞങ്ങൾക്ക് പഴയ ലയോണയും ആലനും ഒക്കെ ആവാൻ പറ്റത്തുള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.